ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ വന്യമൃഗങ്ങളെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഇത് ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുവാനുള്ള മജിസ്ട്രേറ്റിന്റെ അധികാരം വനം വകുപ്പ് ബീറ്റ് ഓഫീസർക്ക് നൽകിക്കൊണ്ടുള്ള ഗവൺമെന്റ് തീരുമാനത്തിന്മേൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെ അഭിപ്രായം അറിയുവാൻ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിട്ട് ജനങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ തീരുമാനം ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ള ഒന്നല്ല. ഉദ്യോഗസ്ഥന്മാരുടെ സംരക്ഷണത്തെപ്പറ്റി വളരെ കരുതലുള്ള ഗവൺമെൻറ് ഈ വന്യമൃഗ അക്രമം മൂലം വേദനിക്കുന്ന കുടുംബങ്ങൾ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 915 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ 915 കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വേദനിക്കുന്നവരാണ്. 39,484 വന്യമൃഗ മനുഷ്യ ഏറ്റുമുട്ടലുകൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 40,000 കുടുംബങ്ങൾ വന്യമൃഗ അക്രമത്തിൻ്റെ പേരിൽ പരിക്കേറ്റ ആളുകളുള്ള കുടുംബങ്ങളാണ്. 40,000 കുടുംബങ്ങൾ, 10,000-കണക്കിന് കുടുംബങ്ങളുടെ കൃഷിയും അതോടൊപ്പം തന്നെ അവരുടെ വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ ആളുകളുടെ കാര്യത്തെപ്പറ്റി ഗവൺമെൻറ് ഒന്നും പറയുന്നില്ല. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ നിശബ്ദമാണ്. വന്യമൃഗങ്ങളെയും അതോടൊപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഗവൺമെൻറ്റിന് താല്പര്യമുള്ളൂ. ഉദ്യോഗസ്ഥന്മാർക്ക് അമിതമായ അധികാരം കൊടുത്ത് ആളുകളുടെ മൗലിക അവകാശത്തിന്മേൽ കയറി ഇടപെടുന്നതിനുള്ളൊരവസരം അവർക്ക് കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല. മജിസ്ട്രേറ്റിൻ്റെ അധികാരം ആണ് ഇപ്പോൾ ബീറ്റ് ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ബീറ്റ് ഓഫീസർമാർക്ക് അധികാരം നൽകി ഇടുക്കി ജില്ലയിലെ വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകളെ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഈ തീരുമാനമെടുത്തപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്ന ശ്രീ റോഷി അഗസ്റ്റിൻ്റെ അഭിപ്രായം എന്ത് എന്ന് ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്.